ദേവലോകത്തെ ആനമറതകളിൽ നിന്ന് രക്ഷ നേടുവാൻ ബിജു ഉമ്മൻ ചെയ്യുന്നത് ഇതാണ്. ഞാൻ തിരുവല്ലക്കാരനാണ്. തിരുവല്ലയിൽ നിന്ന് പുതുപ്പള്ളി വഴിയാണ് ഞാൻ ദേവലോകത്തേക്ക് ഓഫീസിലേക്ക് വരുന്നത്. ഞാൻ എല്ലാ ദിവസവും കടന്നു പോകുമ്പം പുതുപ്പള്ളി പള്ളിയുടെ കുരിശടിയിലെങ്കിലും ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. കാര്യം ദേവലോകത്തോട്ട് ചെല്ലുമ്പം പൈശാചിക ശക്തികളിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാൻ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളത്. ഇതുവരെ ദൈവം തമ്പുരാൻ എന്നെ കാത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനെ അറിയാവുന്നവർക്കറിയാം, വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലോ മുഷിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹം സംസാരിക്കുന്നത് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിലവിൽ സഭയുടെ കാതോലിക്ക കസേര മുതൽ വിവിധ പ്രധാനപ്പെട്ട സഭാസ്ഥാനികളുടെ പദവികളിൽ ഇരിക്കുന്നവന്മാർ ഒന്നും കുടുംബത്തിൽ പിറന്നവന്മാരല്ല എന്ന യാഥാർത്ഥ്യം പല വിശ്വാസികളും പരസ്യമായി പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചെയ്തികൾ കൊണ്ട് ഇന്ന് ഈ സമുദായാംഗമാണ് എന്ന് പറയുവാൻ പോലും പലർക്കും നാണക്കേടാണ്. ഈ ചെങ്കീരികളുടെ കൂട്ടത്തിലെ ഒരു മാടപ്രാവാണ് നമ്മുടെ ഈ ഉമ്മച്ചൻ എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ചില വ്യാപരിക്കലുകൾ അദ്ദേഹത്തിൽ ഉള്ളത് കൊണ്ടാവണം അദ്ദേഹം ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് വിളിച്ചു പറയും. അതുപോലെ ഒരു പച്ചയായ സത്യം ബിജു ഉമ്മൻ കഴിഞ്ഞ ദിവസം നിന്ന് വിളിച്ചു പറയുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജൂലൈ 20 ഞായറാഴ്ച കോട്ടയം ഭദ്രാസനത്തിലെ കോത്തല സെഹിയോൻ ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവോദയ എന്ന പരിപാടിയിൽ വെച്ചായിരുന്നു ഉമ്മച്ചൻ ആ അപ്രിയ സത്യം വിളിച്ചു പറഞ്ഞത്. കഞ്ഞിക്കുഴി മൂപ്പനിരിക്കുന്ന സ്ഥലം ദേവലോകമല്ലെന്നും അതൊരു പൈശാചിക ആലയമാണെന്നും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ബിജു ഉമ്മൻ തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ സത്യം വെളിപ്പെടുത്തിയത്. ദേവലോകത്തെ ആ പൈശാചിക ശക്തികളായ ആനമറതകളിൽ നിന്ന് രക്ഷ നേടുവാൻ എല്ലാ ദിവസവും താൻ പുതുപ്പള്ളി വഴി വരുമ്പോൾ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ആ കുരിശുദ്ദുഡയിലെങ്കിലും ഇറങ്ങി പ്രാർത്ഥിക്കാറുണ്ട് പോലും. അതുകൊണ്ട് നാളിതുവരെ ആ പൈശാചിക ശക്തികളിൽ നിന്നും ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല പോലും. സഭാ സെക്രട്ടറിക്ക് പോലും ആ മർദ്ദയെ പേടിയാണ് എന്നോർക്കണം. പാതിരിമാർ പോലും കഴുത്തിലിട്ടിരിക്കുന്ന കുരിശു പോരാഞ്ഞ് അരയിൽ നിറയെ ചാത്തൻ സ്വാമിയുടെ ഏലസ് കെട്ടിയാണ് നടക്കുന്നത് എന്നാണ് കരക്കമ്പി. പ്രിയപ്പെട്ട മറിയ ചാണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ മുമ്പിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്യം ഒന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. മനുഷ്യർ നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രവൃത്തിയിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്യുവാൻ സാധിച്ച ഒരു അഭിമാനമാണ് ഓരോ മലങ്കര നസ്രാണിയുടെ അഭിമാനമാണ് ഉമ്മൻചാണ്ടി സാറ്. സാറിന്റെ ഓർമ്മ ദിവസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാറിന്റെ കല്ലറയിൽ, ഞാൻ തിരുവല്ലക്കാരനാണ്. തിരുവല്ലയിൽ നിന്ന് പുതുപ്പള്ളി വഴിയാണ് ഞാൻ ദേവലോകത്തേക്ക് ഓഫീസിലേക്ക് വരുന്നത്. ഞാൻ എല്ലാ ദിവസവും കടന്നു പോകുമ്പം പുതുപ്പള്ളി പള്ളിയുടെ കുരിശടിയിലെങ്കിലും ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. കാര്യം ദേവലോകത്തോട്ട് ചെല്ലുമ്പം പൈശാചിക ശക്തികളിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാൻ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളത്. ഇതുവരെ ദൈവം തമ്പുരാൻ എന്നെ കാത്തിട്ടുണ്ട്. സഹതായുടെ പ്രത്യേക മധ്യസ്ഥത എനിക്കുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി സാറും അങ്ങനെ തന്നെയാണ്. ഉമ്മച്ചന്റെ ഈ പ്രസംഗം കേട്ട് പുറകിൽ ചെവി കുറിപ്പിച്ചിരുന്ന കുണ്ടൻ തിരുമേനി റവറന്റെ കാളകൂടം വരെ ചിരിച്ചുപോയി. ഇതൊക്കെ കഴിഞ്ഞ് അസുരലോകത്തേക്ക് ചെന്നാൽ ആനമൃതം നിന്നെ വെച്ചേക്കില്ല എന്ന് പുറകിലിരുന്ന കുണ്ടൻ തിരുമനസ് പറഞ്ഞപ്പോൾ ബിജു ഉമ്മൻ കിടന്ന് മെഴുകുന്നത് കാണുക. ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. എവിടെ ചെന്നാലും ദേവലോകത്തല്ല, സ്വർഗത്തിൽ ചെന്നാലും പൈശാചിക, കർത്താവിനെ പിശാച് പരീക്ഷിച്ചില്ലേ? എവിടെ ചെന്നാലും പിശാചിന്റെ പരീക്ഷണമുണ്ട്. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സഹതായുടെ മധ്യസ്ഥത ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നല്ല അർത്ഥത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ലൈവ് പോകുന്നുണ്ട്. ഞാൻ തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞതല്ല, നല്ല അർത്ഥത്തിൽ പറഞ്ഞതാണ്. ബിജുമ്മ വിഷമിക്കേണ്ട. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഇതിന് പറ്റിയൊരു വാക്യമുണ്ട്. ഹൃദയം നിറയുന്നത് അധരം സംസാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിനെയാണ് പറയുന്നത് കഷ്ടകാലത്ത് നാവ് പാമ്പാകുമെന്ന്. ചിലപ്പോൾ അത് സ്വന്തം കഴുത്തിൽ തന്നെ ചുറ്റുമെന്ന്. ദേവലോകത്ത് പൈശാചിക ശക്തികളാണ് മുഴുവൻ എന്ന് അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സഹിതം പറയുവാൻ കാരണം എന്താണ്? അവിടെ വാഴുന്നത് ആരൊക്കെയാണ്? കൊലക്കേസ് പ്രതികൾ, ചമ്പൽ കൊള്ളക്കാരേക്കാളും വലിയ തീവട്ടികൾ, സെമിനാരി വിദ്യാർത്ഥികളുടെ പേടിസ്വപ്നമായ കുണ്ടൻ തിരുമനസ്, പോക്സോ കേസ് പ്രതികൾ, കുമ്പസാരപ്പിടകർ, വ്യഭിചാരികൾ, വ്യവഹാരികൾ, പിടിച്ചുപറിക്കാർ, കമ്മീഷൻ ഏജന്റുമാർ, അങ്ങനെ സകല മ്ലാച്ഛന്മാരുടെയും താവളമാണ് ദേവലോകം. വീണയെ സഭയുടെ പുത്രിയാക്കിയതുപോലെ നമ്മുടെ ഉമ്മച്ചനെയും സഭയുടെ പുത്രനാക്കി UDF സീറ്റിൽ വരുന്ന തവണ ആറന്മുളയിൽ മത്സരിപ്പിക്കുവാൻ ഏതാണ്ട് കരാറായിട്ടുണ്ട് എന്നാണ് വിവരം. ഇതുപോലെ സത്യസന്ധരായ, സത്യം വിളിച്ചു പറയുവാൻ തൻ്റെ ഇടമുള്ള സഭയുടെ പുത്രന്മാർ വരട്ടെ.
അവസാനമായി ഉമ്മച്ചൻ്റെ മറ്റൊരു ഉപമ കൂടി നമുക്ക് കേൾക്കാം. ഒരു മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളിയായ ഒരാളുടെ മകൾ, അയാളുടെ ഭാര്യ രോഗിയായി, കിടപ്പ് രോഗിയായി പോയി. ഈ മകളാണ് ആ കുടുംബത്തിന്റെ, അവിടെയും ഞാൻ ഈ സംഭവം പറഞ്ഞതാണ്. കിടപ്പ് രോഗിയായി പോയി. ആ കുടുംബത്തിന്റെ പ്രാരം മുഴുവൻ ഈ മൂത്ത മകളിലാണ്. ശുചീകരണ തൊഴിലാളിക്ക് വെളുപ്പിന് ജോലിക്ക് പോകണമല്ലോ മുനിസിപ്പാലിറ്റിയിൽ. എല്ലാം ഈ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉദ്ദേശിച്ച അത്രയും മിടുക്കിയായ കുട്ടിക്ക് മാർക്ക് ലഭിക്കുവാൻ സാധിച്ചില്ല. അവൾ അപ്ലൈ ചെയ്തു. അത് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനത്തിൽ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ അപ്പനെയും വിളിച്ചുകൊണ്ട് വരുവാനുള്ള മെസ്സേജ് വരുന്നു. അപ്പനും കുഞ്ഞും കൂടെ അവിടെ ചെല്ലുന്നു. ഒരു പക്ഷേ നിങ്ങളും ഇത് എവിടെയെങ്കിലും വായിച്ചു കാണും. അത് ഹാസ്യാത്മകമായിട്ടാണ് ചിലർ എഴുതിയത്. അവിടെ ചെന്ന് ചുമതലയുള്ള അച്ഛൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയിൽ ആരെ പരിചയമുണ്ട്? നിങ്ങളുടെ വികാരിയച്ഛനെ പരിചയമുണ്ടോ? നിങ്ങളുടെ മെത്രാപോലിത്ത അല്ലേ, നിങ്ങളുടെ പിതാവിനെ പരിചയമുണ്ടോ? ഇന്ന പ്രമുഖ ആളുകളെ പരിചയമുണ്ടോ? ആ കുടുംബനാഥന് ആരെയും പരിചയമില്ല. ശുചീകരണ തൊഴിലാളിക്ക് ആരെയും പരിചയപ്പെടാൻ ആ സമയവും സാഹചര്യവും ഉള്ളത്. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, എനിക്ക് ആ കൂടെ അറിയാവുന്നത് ദൈവം തമ്പുരാനെ മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഞാൻ പറഞ്ഞതിന്റെ സന്ദേശം എല്ലാം അതിനകത്തുകൊണ്ട് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. കേട്ടോ, ഇതുപോലെയുള്ള നഗ്ന യാഥാർത്ഥ്യങ്ങൾ അഭിവന്ദ്യ കുണ്ടന്മാരുടെ മുന്നിൽ നിന്ന് തന്നെ പറയുവാൻ ചങ്കുറപ്പുള്ള ഉമ്മച്ചനെയൊക്കെയല്ലേ നമ്മുടെ സഭാപുത്രന്മാർ ആക്കേണ്ടുന്നത്, അല്ലേ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.